പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPI തർക്കം പാരമ്യത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല എന്ന് ബിനോയ് വിശ്വം പിണറായി വിജയന് മറുപടി നൽകി. എല്ലാ സ്ഥാനവും ഒറ്റ പാർട്ടിക്ക് എന്ന രീതി മാറിയേ തീരൂ എന്നും CPI സംസ്ഥാന സെക്രട്ടറി കടുപ്പിച്ചു. എല്ലാ സ്ഥാനവും പങ്കുവെക്കേണ്ടത് ജനാധിപത്യ മര്യാദയാണെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. അത് പ്രതിപക്ഷ ഉപനേതാവിനെ പറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്ത് തർക്കമേയില്ല, സംശയവുമില്ല. ആ സ്ഥാനം CPIക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അവിടെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാറി പോകാൻ ആർക്കും കഴിയില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരും. കീഴ്വഴക്കമല്ല വരുന്നത് രാഷ്ട്രീയമായി വരുന്നത്, കീഴ്വഴക്കമല്ല വരുന്നത് LDF സ്ഥാനം വരുന്നത്, കീഴ്വഴക്കമല്ല വരുന്നത് ഒന്നിച്ചു വെക്കാൻ വരുന്നത്. അതുകൊണ്ട് CPI പറയുന്നു പദവിയുടെ തിരുത്തമല്ല, സ്ഥാനമാനത്തിന് വലുപ്പമല്ല. അവിടെ സ്റ്റാഫുണ്ട്, ശമ്പളമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, അതൊന്നും ബാധകമല്ല. വിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. വിനിൽ, എന്തായാലും ഈ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം CPIയിലും CPIMലും ഏറ്റവും പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബിനോയ് വിശ്വം തന്നെ പറയുന്നുണ്ട് ജനാധിപത്യപരം ആകണം കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റിവെക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ തർക്കം ഏറ്റവും പാരമ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ലേ? സ്വാതി, തീരുമാനം ഇനിയുമായിട്ടില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്ന ചൊവ്വാഴ്ച 14-ാം തീയതി MN സ്മാരകത്തിൽ, ഞാൻ നിൽക്കുന്ന ഇപ്പോൾ MN സ്മാരകത്തിലാണ്, അവിടെ 14-ാം തീയതിയാണ് ആ ചർച്ച നടക്കുക. TP രാമകൃഷ്ണൻ വിളിച്ചുവെന്ന പ്രസംഗത്തിൽ തന്നെ ബിനോയ് വിശ്വം അത് പറയുകയും ചെയ്തതാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ഒരു തർക്കമില്ലാതെ CPIക്ക് അവകാശപ്പെട്ടത് തന്നെ എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നും ഓർമ്മിപ്പിച്ചത്. കീഴ്വഴക്കങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാട്ടിയത്. അത് ആ കീഴ്വഴക്കം മാറേണ്ടി വന്നാൽ മാറണം എന്നാണ് ബിനോയ് വിശ്വം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ഇക്കാര്യം പരസ്യമായിട്ടല്ല ആദ്യം പറഞ്ഞത്, ആദ്യം മുന്നണിക്കുള്ളിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷേ അവിടെ ഒരു തീരുമാനമായില്ല. ആദ്യം കത്ത് നൽകി, CPIയുടെ കത്തുണ്ട്, അതിന് CPIM നൽകിയ മറുപടിയൊക്കെ ഉണ്ട്. അവിടെ തീരുമാനമാകാത്തതിന് പിന്നാലെയാണ് പരസ്യമായി ഇക്കാര്യം പറഞ്ഞത്. ഈ പരസ്യമായി പറഞ്ഞത് എന്തോ വലിയ അപരാധമായി എന്ന് പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം ബിനോയ് വിശ്വം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നേരത്തെ മുഖ്യമന്ത്രി പട്ടം വേണ്ട എന്ന് വെച്ച പാർട്ടിയാണ് CPI. അതുകൊണ്ട് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് വലിയ എന്തോ ആണെന്ന് കരുതുന്നില്ല. പക്ഷേ ഒരു പാർട്ടിയാകുമ്പോൾ, മുന്നണിയാകുമ്പോൾ അത് പങ്കുവെച്ച് മുന്നോട്ട് പോകണം. അതാണ് ജനാധിപത്യ മര്യാദ. ഏത് സ്ഥാനമാണെങ്കിലും ചെറുതോ വലുതോ എന്നുള്ളതല്ല, അത് പങ്കുവെച്ച് മുന്നോട്ട് പോകുന്നതാണ് LDFന്. അത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ അതാണ് ഗുണകരം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ സ്ഥാനത്തെ ചൊല്ലി നേരത്തെ മുതൽ, അതായത് ഈ സർക്കാർ വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവിന് തീരുമാനിച്ച ശേഷം പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി വലിയ തർക്കമാണ് മുന്നണിക്കുള്ളിൽ CPIയും CPMും തമ്മിലുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല എന്നാണ്. അതാണ് ഇന്നിപ്പോൾ വീണ്ടും ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത്. കീഴ്വഴക്കം എന്ന് പറഞ്ഞ് അതിനെ ഒഴിച്ചു കളയാൻ കഴിയില്ല, മാറ്റി നിർത്താൻ കഴിയില്ല. ഏത് കീഴ്വഴക്കമാണെങ്കിൽ മാറുമെങ്കിൽ മാറിയേ തീരൂ എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും ഓർമ്മപ്പെടുന്ന ഒരു കാര്യം. എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്ക് എന്ന രീതി ശരിയല്ല, അത് ജനാധിപത്യപരമല്ല. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വേണമെങ്കിൽ വേണം. അങ്ങനെ എല്ലാ സ്ഥാനവും പങ്കുവെച്ച് മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു മാന്യമായ നിലപാട് തന്നെയാണ് CPI സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം മുന്നണിക്കുള്ളിൽ പരസ്പരം സംസാരിച്ചു, ആ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് പലകുറി ആവശ്യപ്പെട്ടു. പക്ഷേ അക്കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. അതിനുശേഷമാണ് പരസ്യമായി പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു ചർച്ച 14-ാം തീയതി നടക്കും. അതിനുശേഷമാകും അന്തിമമായി ഒരു തീരുമാനം ഉണ്ടാവുക. ആ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും കടുപിടുത്തമായി CPM മുന്നോട്ട് പോവുകയാണെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകണമോ എന്നുള്ള കാര്യത്തിലാണ് CPIയുടെ ആലോചന ഇപ്പോൾ നടക്കുന്നത്. സ്വാതി.